ഇറവറൻസ്, മണ്ണെണ്ണയൊക്കെ തീർന്നോ? ബഹുമാനക്കുറവ്. ഈ ബാർബർക്ക് എന്തിനാണ് എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പുതിയ മലയാളം വെബ് സീരീസിനെ പറ്റിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവ്, അജു വർഗീസ്, ഇവരാണ് ലീഡ് കാസ്റ്റ്. പിന്നെ വേറെ കുറേ താരങ്ങളുണ്ട്. അതുപോലെ ഗൗരി ആർ കൃഷ്ണനാണ് നീരജിന്റെ നായികയായിട്ട് ഈ സിനിമയിൽ വരുന്നത്. ഗൗരീനെ നിങ്ങൾക്കറിയോ എന്നെനിക്കറിഞ്ഞൂടാ, പക്ഷേ മലയാളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. പക്ഷേ തമിഴിൽ നോക്കുമ്പോൾ 96 നമ്മളെ ജാനുവിൻ്റെ ചെറുപ്പകാലമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലിറ്റിൽ മിസ് റാവുത്തർ. അപ്പോൾ തമിഴിലാണ് ഗൗരി കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ, നമ്മുടെ പൊന്മാലിലെ സഖാവ് ബ്രൂണോ, പുള്ളി ഇതിലൊരു നല്ലൊരു കിടിലം കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. നീരജ് മാധവൻ്റെ, അജു വർഗീസിൻ്റെ ഒപ്പം ഉടനീളം സീരിയലുണ്ട് പുള്ളി. അപ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഒരു കോമഡി, ഡ്രാമ എല്ലാം ഉള്ളടങ്ങിയ ഒരു ഫാമിലി വെബ് സീരീസാണ്. ഫാമിലി ഓറിയൻറ്റഡ് വെബ് സീരീസാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥ. വലിയ കോംപ്ലിക്കേഷൻസും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കഥയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കഥയിലെ കോംപ്ലിക്കേഷൻസ് അല്ല, ആ കഥയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട്, വളരെ എന്താ പറയുക, നല്ല രീതിയിൽ പോകുന്ന ഒരു വെബ് സീരീസ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നിങ്ങൾ ഒരു ബോറടി അതില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വരവേൽപ്പ്, മിഥുനം, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എവിടെയൊക്കെ ഒരു ചായ കാച്ചൽ നമുക്ക് ഇതിൽ അനുഭവപ്പെടും. ഓബ്വിയസ്ലി പല മലയാളം സിനിമകളിലൊക്കെ എടുത്തിട്ട് ഇൻസ്പിറേഷൻ എടുത്തിട്ടൊക്കെ ചെയ്തുള്ള സീരീസിനെ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. അത് വ്യക്തമാണ്. അതിലിപ്പോൾ നമുക്ക് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അങ്ങനെ പക്കാ കോപ്പിടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. വളരെ ഇവർ അവരുടെ രീതിയിലായിട്ട് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ജി വാര്യറാണ് ഈ സീരീസ് ഡയറക്റ്റ്, സിനിമ എന്നാണ് അപ്പോൾ വന്നത്, സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ പേര് ആൻ സലീം എന്നോ അങ്ങനെ എന്താണ്. നമ്മളെ അന്നാബെന്നൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ അന്നാബൻ്റെ ആ ഒരു ലുക്കൊക്കെ ഉള്ളൊരു ഒരു പെൺകുട്ടിയുണ്ട് ഇതിൽ. അത് ഒരു എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരുടെ ക്യാരക്ടറിൻ്റെ പേര് എന്തായിരുന്നു? ലിസി എന്നാണെന്ന് തോന്നുന്നു. എന്തായാലും അജു വർഗീസിൻ്റെ ഒരു പേരായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ദുബായ്ക്കാരൻ, എന്നെ പോലെ പാവപ്പെട്ട ഒരു ദുബായ്ക്കാരൻ, കഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചു പോകുന്ന ഒരു ദുബായ്ക്കാരൻ, അയാളൊരു കഥ. പുള്ളി ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഒരു പ്രൊമോഷന് വേണ്ടി പുള്ളി പരമാവധി കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ വീട് പണി നടക്കുന്നുണ്ട്. ലോൺ എടുത്തിട്ടാണ് വീട് പണിയുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ബിക്കോസ് എല്ലാ മലയാളികളും ചെയ്യുന്നത് എങ്ങനെയാണ്, ലോൺ എടുത്തിട്ടേ വീട് പണിയുള്ളൂ. സ്വന്തം കയ്യിൽ കാശുണ്ടായിട്ട് ഒരാൾ വീട് പണിതായിട്ട് എനിക്കറിയില്ല. ഈ സീരീസിൽ എടുത്തു പറയുന്നുണ്ട്, കഷ്ടകാലം വരുമ്പോഴാണ് എല്ലാവരും വീട് പണി അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ ആനന്ദ് മന്മഥൻ അതിൽ കലക്കിയിട്ടുണ്ട്. ആ പുള്ളി പറയുന്ന സംഭവം ഉണ്ടല്ലോ, കഷ്ടകാലം വരുമ്പോഴാണ് കല്യാണം കഴിക്കുന്നതും വീട് പണിയുന്നതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലതേപോലെ തന്നെ ഈ പാവം ഗൾഫുകാരൻ, ദുബായ്ക്കാരൻ ഒരു വീട് പണിയുന്നു കഷ്ടപ്പെട്ടിട്ട്. അതിനിടയിൽ പുള്ളി ഒരു പ്രണയത്തിൽ ചെന്ന് ചാടുന്നു. ആ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് ഈ ഗൗരി എന്ന ആക്ട്രസ് ചെയ്യുന്ന ക്യാരക്ടർ. അവർ തമ്മിൽ ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെ ഉല്ലസിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പയ്യൻ്റെ ജോലി തെറിക്കുന്നു. ഉടനെ തന്നെ ഇവർ ഡിസൈഡ് ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം, അവിടെ കുറച്ചുകൂടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരെ ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അങ്ങനെയാണ്. ഇവിടെ ജോലി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാനഡയിലോ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോയി നോക്കാം, UK-ലേക്കൊക്കെ. അവിടെ ചിലപ്പോൾ അവിടെ ഇതിൽ നല്ല ജോലി കിട്ടിയാലോ അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് ദുബായിൽ. എന്നിരുന്നാലും ഓക്കെ, അത് പോട്ടെ, അത് അവരുടെ പ്രശ്നം. അപ്പോൾ ഇവർ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ കല്യാണം കഴിക്കണം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ വിസ പെട്ടെന്ന് കിട്ടാനായിരിക്കും. അങ്ങനെ ഫാമിലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിസ കിട്ടുന്നു. അതുകൊണ്ടായിരിക്കാം. ഇൻഡിവിജ്വലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ ഈസി ആയിരിക്കണം, എനിക്കറിയില്ല. സോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ അങ്ങനെ നാട്ടിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എനിക്ക് അതിൽ ഒരു ചോദ്യം ചെയ്യേണ്ടത്, അപ്പോൾ ദുബായിൽ വെച്ചിട്ട് നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ മാരേജ് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ടല്ലോ, പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തുകൂടെ? അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ്. അപ്പോൾ ഇവർ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട്
മാരേജ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം വിസ എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരും നാട്ടിൽ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ജോലി പോയി, അപ്പോൾ ഇവൻ്റെ വീട് പണി എങ്ങനെയും തീർക്കണം. അങ്ങനെ രണ്ടുപേരും കൂടി നാട്ടിൽ വരുന്നു. ഈ നാട്ടിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെ വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുന്നില്ല. അവർ തമ്മിലും അങ്ങനെ അടിയാവും. എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ ഈ സാധാരണ ഇത്. കാരണം ഇവർ ചെന്ന് താമസിക്കാൻ പോകുന്ന ഒരു ഹൗസിംഗ് കോളനിയിലാണ്, കുറേ ബിൽഡിങ്ങൊക്കെ ഒരുമിച്ചുള്ള സ്ഥലത്താണ്. അങ്ങനെ അടിയാവുന്നു, അങ്ങനെ പ്രശ്നമാവുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ കഥ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സംഭവം കണ്ടിരിക്കണം. നല്ലൊരു സീരീസാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.